ഇത്തവണ സാധനങ്ങൾ മേടിക്കാനായിട്ട് ലുലുവിലേക്ക് ചെന്നതാണ്. മാളിൻ്റെ എൻട്രൻസിൽ വെച്ചിട്ട് തന്നെ ഭയങ്കര ചക്കയുടെ മണം. ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടി ലുലുവിൽ വന്ന് നോക്കിയതാണ്. ലുലുവിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ മണം വല്ലാണ്ടങ്ങ് കൂടി. നല്ല കുമ്മാന്ന് മൂക്കിലേക്ക് അടിച്ചു കയറുമായിരുന്നു വരിക്കച്ചക്കയുടെ മണം. കുറച്ചുകൂടി ഇങ്ങോട്ട് വന്ന് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സിൻ്റെ ഏരിയയിൽ എത്തിയപ്പോഴാണ് ചക്ക സീസൺ ആണ്. ഓരോ തവണ ഇവർ ഇങ്ങനെ ഓരോ ഇത് ചെയ്യാറുണ്ട്. മാങ്ങയുടെ ടൈമിൽ മാങ്ങ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വെക്കും, ചക്ക ഫെസ്റ്റ്, അങ്ങനെ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ലുലുക്കാർ ഒപ്പിക്കാറുണ്ട്. അതിൽ ഇത്തവണ എന്തായാലും ചക്ക വിരുന്ന് എന്ന് പറഞ്ഞിട്ട് ജാക്ക് ഫ്രൂട്ട് ഫെസ്റ്റാണ്. അപ്പം പല വെറൈറ്റീസ് ഒരുപാട്, നമ്മുടെ ഇന്ത്യൻസ് മാത്രമല്ല, പുറത്ത് ശ്രീലങ്കൻ, കൊറിയ, അങ്ങനെ എന്തൊക്കെയോ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ നാട്ടിൽ അയണിച്ചക്കയാണ്. സത്യം പറയാലോ, പക്ഷെ ഞാനല്ല, എൻ്റെ സിസ്റ്റർ ഒരെണ്ണം മേടിച്ചു വീട്ടിൽ കൊണ്ടുവന്നായിരുന്നു. നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോൾ നല്ല മധുരമല്ലേ, ഇത് പക്ഷേ ഒരു പുളിപ്പുള്ള മധുരമായിരുന്നു, അതായത് വാടിപ്പഴുത്ത പോലെ. വേറെയൊക്കെ കണ്ടോ, ഒരു കഷ്ണം ചക്കയ്ക്ക് 7-9 ദിർഹം, നമുക്ക് തൊടാൻ പറ്റാത്ത രീതിക്കുള്ള വില. എന്നാൽ അത്ര കൂടുതലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വല്ലപ്പോഴും കിട്ടുന്നതിന് അത്ര വിലയല്ല. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ഈ ലോറിയും കൊണ്ടുവന്നിട്ട് ചക്ക ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് അവർ നമുക്ക് തുച്ഛമായ വില അത് അന്ന് പറിച്ചുകൊണ്ട് വരുന്നത് ഇവിടെ കൊണ്ടുവന്നിങ്ങനെ തൊട്ടാലിങ്ങനെ കത്തിക്കയറുന്ന വിലയിടാനാണ്. മനസ്സിലായോ മലയാളികളെ? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു വിലയില്ലാതെ നമ്മളിങ്ങനെ കളഞ്ഞേക്കുന്നത്, ഇവിടെ വന്നിട്ട് പൊള്ളുന്ന വില കൊടുത്ത് മേടിക്കേണ്ട അവസ്ഥയാണ്. ഒരു മുഴുവൻ ചക്കയ്ക്ക് ഏതാണ്ട് 100 ദിർഹത്തിനോട് അടുപ്പിച്ച് വരും. അതായത് നമ്മുടെ നാട്ടിൽ 200-300 അടുപ്പിച്ചൊക്കെ, ഇപ്പോഴത്തെ റേറ്റ് വെച്ചിട്ട് 200-300 അടുപ്പിച്ചിട്ട് വരും ഒരു മുഴുവൻ ചക്കയ്ക്ക്. അല്ലാതെ ഒരുപാട് ചക്കകൾ കട്ട് ചെയ്ത് 4-1 അതൊന്നും പിന്നെയും പീസൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പഴുത്ത ചക്ക നല്ല ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നല്ലത് നോക്കിയെടുത്താൽ ഓക്കെ, നമുക്ക് നല്ലത് കിട്ടും. ഇവർ പിന്നെ തറയിലൊക്കെ ഈ നമ്മുടെ കരിയില രാവിലെ കരിഞ്ഞ് അല്ലാതെ പച്ചയ്ക്ക് തണ്ടായിട്ട് ഒടിഞ്ഞ് കിടക്കുന്നതും ചക്ക വീണ് കിടക്കുന്നതൊക്കെ നമ്മൾ ശരിക്കും നമ്മൾ ഈ ഒരു പ്ലാവിൻ തോട്ടത്തിലേക്ക് കയറി ഒരു ഫീൽ വരുത്താൻ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് കൊള്ളായിരുന്നു, നല്ലൊരു നൊസ്റ്റു ഫീൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു പീസ് ചക്കയാണ് എടുത്തത്, അതിന് 18 ദിർഹമായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, റേറ്റ് കൂടുതലാണെങ്കിലും എനിക്ക് വല്ലപ്പോഴും കിട്ടിയത് കൊണ്ട് ഞാനത് കാര്യമാക്കിയില്ല. പിന്നെ കുറേ വെറൈറ്റീസ് നടന്നു കണ്ടു. ഈ ഇരിക്കുന്ന ഇതിൽ മുഴുവൻ ചക്കയ്ക്കൊക്കെ ഏതാണ്ട് 100-110 ദിർഹത്തിനോട് അടുപ്പിച്ച് വില വരും. പക്ഷേ അങ്ങനെ ഒരിക്കലും സത്യം പറഞ്ഞാൽ മേടിക്കരുത്. എനിക്ക് പരിചയമുള്ള ഒരു 3 താത്തമാരെ കൂടെ കണ്ടപ്പോൾ ഞങ്ങൾ 4 പേര് ചേർന്നിട്ട് ഒരു മുഴുവൻ ചക്ക മേടിക്കാമെന്ന് പ്ലാൻ ചെയ്തു, 4ആയിട്ട് കട്ട് ചെയ്യാതെ. പക്ഷേ അന്നേരം തോന്നിയൊരു ബുദ്ധിക്ക് ഞങ്ങളത് കട്ട് ചെയ്ത് തരാൻ പറഞ്ഞു. അവിടെ നിന്ന് കട്ട് ചെയ്ത് തരാൻ, അതായത് എൻ്റെ വീട് അടുത്താണ്, ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് കട്ട് ചെയ്യാമെന്നാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷെ അവരോട് തന്നെ കട്ട് ചെയ്ത് തരാൻ പറഞ്ഞു. തൊട്ട് നോക്കിയപ്പോൾ നല്ല പഴുത്ത ഫീലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കട്ട് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ ശരിക്കും പിഞ്ച് ചക്ക, വാടി പഴുത്ത ഒരിതായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ പ്ലാൻ ക്യാൻസൽ ചെയ്ത് പതുക്കെ അവിടെ നിന്ന് മുങ്ങി. പിന്നെ ചക്കയുടെ തന്നെ വേറെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ജാക്ക് ഫ്രൂട്ട് സിറപ്പ്, പിന്നെ ചക്ക തന്നെ അവർ ബോക്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ജാക്ക് ഫ്രൂട്ട്, നമ്മുടെ ചക്ക വറ്റൽ, അങ്ങനെ ചക്ക വെച്ചിട്ട് കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു സംഭവം, ഇവർ പ്ലാവിൻ്റെ ആ ഒരു ബോർഡുണ്ടല്ലോ, ശരിക്കും ഒരു പ്ലാവ് മുഴുവനെ നിൽക്കുന്ന പോലെ ഒരു ബോർഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഭയങ്കര, അവിടെ പോയി നിൽക്കുമ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ അത് എത്രത്തോളം വീഡിയോ കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അവിടെ പോയി നിൽക്കുമ്പോൾ ശരിക്കും ഈ വെജിറ്റബിൾസ് വെച്ചേക്കുന്ന റാക്കിൻ്റെ ബാഗിൽ ഒരു പ്ലാവ് നിൽക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അത് ഈ തറയിൽ ഈ കരിയിലേക്ക് വെച്ചിട്ട് നടക്കുമ്പോഴാണ് അങ്ങനെ ഒരു ഫീല് തോന്നുന്നത്. ഞാൻ എന്തായാലും ആ ഒരു ചക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു, മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. ഫ്ലോപ്പ് ആവില്ല എന്ന് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷേ എന്തായാലും ഫ്ലോപ്പ് അല്ലായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. അത് ശരിക്കും നമ്മുടെ വരിക്കച്ചക്ക തന്നെയായിരുന്നു. ഞാൻ കുറേ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇതെടുത്തത്. എൻ്റെ മക്കൾ അങ്ങനെ അധികം ചക്ക കഴിച്ചിട്ടില്ല. കാരണം ഞാൻ എൻ്റെ രണ്ടാമത് ഇരട്ടകൾ ജനിച്ചതിന് ശേഷം ഞാൻ പിന്നെ ഫസ്റ്റ് ടൈം കഴിഞ്ഞ വർഷമാണ് നാട്ടിൽ വന്നത്, അതായത് അവർക്ക് 3 വയസ്സോട് അടുപ്പിച്ചായപ്പോൾ. പക്ഷേ ചക്കയുടെ സീസൺ അല്ലാത്തതുകൊണ്ട് ചക്ക കിട്ടിയില്ല. പിന്നെ വല്ലപ്പോഴും ഇതുപോലെ കിട്ടുമ്പോൾ മാത്രം മേടിച്ചിട്ടാണ് കഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് അങ്ങനെ വലിയതായിട്ട് ചക്കയുടെ ഒരു ഇത് കിട്ടിയിട്ടില്ല. പക്ഷേ ഇത്തവണ ഞാൻ എന്തായാലും ടേസ്റ്റ് അറിയാത്തതുകൊണ്ട്, അല്ലെങ്കിൽ 2-3 ഇവിടെ മേടിച്ചിരുന്നു. ഫസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ മേടിക്കാമെന്ന് കരുതിയിട്ട് ഇത് മേടിച്ചത്. പക്ഷേ ഇതിൻ്റെ പൂഞ്ച്, നമ്മുടെ ഈ പൂഞ്ചെന്ന് പറഞ്ഞ് നമ്മൾ കളയില്ലേ, അതുപോലും കുറേയേറെ പൂഞ്ചുകൾ ഇതുപോലെ ചക്ക പോലെ പരുവം വന്നിട്ട് നല്ല മധുരമുള്ളതായിരുന്നു. ഒരുവിധം പൂഞ്ചും അതിൽ ഞാൻ തിന്നു, വെറുതെ സത്യം പറയാമല്ലോ. ഞാൻ അതിൽ കുറേ പൂഞ്ച്, നല്ല മധുരം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആ കുറേ പൂഞ്ച് ഞാനിരുന്ന് തിന്നു. പിന്നെ കുട്ടികൾക്കൊക്കെ ചക്കയുടെ ചുള കൊടുത്ത് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആ പൂഞ്ച് മാത്രമേ കിട്ടിയുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചക്ക. ഞാൻ എന്നിട്ട് പിറ്റേന്ന് തന്നെ പോയി ഇതേ സെയിം തന്നെ 2 പീസ് കൂടി ചക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു. സീസണൊന്നും അല്ലാത്ത സമയത്ത് ഇടയ്ക്ക് നൂണെന്ന് ഞാൻ മേടിക്കലുണ്ട്. 7 സംതിങ് അല്ലെങ്കിൽ 8 സംതിങ് ഒക്കെയാണ്. 4 അല്ലെങ്കിൽ മാക്സിമം ചിലപ്പോൾ മാത്രം 5 ചുള വെച്ച് കിട്ടാറുണ്ട്.